പെട്ടെന്ന് ചെയ്യുമ്പോൾ അത് പിന്നെ സ്റ്റുഡിയോയിൽ കംഫർട്ടബിൾ ആയിരിക്കും, നമ്മൾ കറക്റ്റ് ചെയ്തൊക്കെ പാടാം. പക്ഷെ അത് പാടിയതുകൊണ്ട് പല വേദികളിലും എന്നോടത് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാടുന്നത്. പക്ഷെ അവിടെ നമ്മുടെ മുട്ടിടിക്കുന്നത് അവിടെയാണ്. വി ആർ ഹിയർ ടു ലിസൺ ടു യുവർ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. അപ്പോൾ ഇത് വളരെയധികം ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ഇത് ടി വിയിൽ ആദ്യം കേട്ടിട്ട് പിന്നെ ലൈവിലും വിജി പാടിയിട്ട് ഞാനിത് കേട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് എന്തായാലും ഖയാല് പാലേരി മാണിക്യത്തിൻ്റെ ഈ ഫോക്ക് ടച്ചുള്ള പാട്ട് കേൾക്കാം നമുക്ക്. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ. പാലേരി മാണിക്യം പെണ്ണൊരുത്തി പാതിരാ നീന്തി കടന്ന പാട്ട്. അവളച്ചേരേലെ മീനിൻ്റൊപ്പം തുള്ളി കളിച്ചു നടന്ന പെണ്ണ്, കല്ലൂരെ കാട്ടിലെ മാനിൻ്റൊപ്പം തുള്ളി കളിച്ചു വളർന്ന പെണ്ണ്. കുഞ്ഞോറക്കുന്നിന്നടിവാരത്തിൽ തുമ്പപ്പൂച്ചിരിയും നുണക്കുഴിയും ആകാശചന്ദ്രന്റെ വീട്ടിൽ നിന്ന് സമ്മാനം കിട്ടിയ കണ്ണും മൂക്കും കവടിമണി പോലെ പൊക്കിൾ കോടി പൂവിരിയും പോലെ ചുണ്ടും പല്ലും. മാഞ്ചോട്ടിൽ മകരത്തിൽ കാറ്റുപോലെ ഇലനുള്ളി പൂനുള്ളി നടന്ന പെണ്ണ്, ആ പെണ്ണിൻ പാട്ട് തളിർക്കുന്നെല്ലിൽ ഓളെ പോലുള്ള കതിര് വിളയും. പാലേരി മാണിക്യം പെണ്ണൊരുത്തി പാതിരാ നീന്തി കടന്ന പാട്ട്. പാലേറും നാടായ പാലേരിയില് പാടിപ്പതിഞ്ഞൊരു പാട്ടുണ്ടല്ലോ. പാലേരിയിലെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും ഏതോ ഒരു ഗ്രാമപ്രദേശത്തേക്ക് പോയി. ഒരു നിലാവൊക്കെ ഉള്ളൊരു ഗ്രാമം, അവിടെ ഒരു നാടൻ പെണ്ണ്. എന്തായാലും വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ആ പാട്ടിന് ശേഷം ബിജിയുടെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് പാടിയിട്ട് നമുക്ക് ഈ ഖയാലിൻ്റെ എപ്പിസോഡ് തീർക്കാം. ഈ സ്കെഡ്യൂളിൽ ഞങ്ങളുടെ ഒപ്പം വന്നതിൽ ഒരുപാട് നന്ദി. ഞാൻ വീണ്ടും പറയണം, ഐ എം സോ ഹാപ്പി യു കെയിം. It's been an honor and a great privilege to all of us that you came here and shared your compositions. അതുമാത്രമല്ല പല പാട്ടുകളെക്കുറിച്ചുള്ള ബിജിയുടെ വിഷൻ അറിയാൻ പറ്റി, ലിറിക്സിനെ പറ്റിയും എല്ലാറ്റിനും. അപ്പം മീഡിയ വണ്ണിൻ്റെയും നമ്മളെല്ലാ മ്യൂസിഷ്യൻസിൻ്റെയും എല്ലാവരുടെയും ബിഹാഫിൽ ഞാൻ നന്ദി പറയാണ്. അതുപോലെ എനിക്കും ഇവിടെ വരാൻ അവസരം തന്നൊരു മീഡിയ വണ്ണും ആർട്ടിസ്റ്റുമായിട്ട് പങ്കെടുക്കാനുള്ളൊരു സൗഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ഞാൻ കൃതാർത്ഥനാണ്. കുറേ നാളായി ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ഇതിനൊരു ടൈം വന്നത്, സമയം ഇപ്പോഴാണ് വന്നത്. മുഹൂർത്തം വേണമല്ലോ, അപ്പോൾ അത് വന്നു. എല്ലാം സന്തോഷമായിട്ട് കഴിഞ്ഞു. എന്തായാലും ഈ എപ്പിസോഡിൻ്റെ അവസാനം നമുക്ക് ബിജിയുടെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട്, ഇതിന് ഇൻട്രൊഡക്ഷൻ്റെ യാതൊരു ആവശ്യവുമില്ല, എല്ലാ കാമുകന്മാരും ഹൃദയത്തിൽ കൊണ്ടു നടന്നൊരു പാട്ടാണ്. ക്യാമ്പസുകളിലായാലും എല്ലാ പ്രായത്തിലുള്ളവർക്കും
ഈക്വലി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ജയേട്ടൻ്റെ എവർ റൊമാൻറ്റിക് വോയിസിൽ പാടിയൊരു പാട്ട്, കൂടെ നെയ്ഹയാണ് പാടിയിരിക്കുന്നത്. ഞാനിത് പല വേദികളിൽ പാടിയിട്ടുണ്ട്. ഞാൻ ജയേട്ടനൊപ്പം തന്നെ ഇത് ലൈവ് പാടിയിട്ടുണ്ട്. ബിജിയുടെ ഒരു ഷോയിലും പാടിയിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും കൂടി. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ ബിജി ബാൽ കോമ്പോസിഷൻ, റഫീഖ് സാറിൻ്റെ മനോഹരമായ വരികളിലെ കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ള വരികളാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഈ എന്താണ് അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഉപയോഗിക്കാത്ത പ്രണയമേ നീ മുഴുവനായി മധുരിതമെങ്കിലും എരിയുവതന്തേ സിരയിലാകെ പരവശമിങ്ങനെ എന്ന് പറയുന്ന അങ്ങനെ മുഴുവനായി എന്നൊന്നും പാട്ടിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതെ 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 അതെ. അപ്പം അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടൊന്ന് വരെ ഉപയോഗിക്കും, പക്ഷെ മുഴുവൻ അപ്പോൾ അതിൻ്റെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഓർക്കസ്ട്രേഷനാണ്, വെരി ടൈറ്റ് ആൻഡ് പ്രിസൈസ് ഓർക്കസ്ട്രേഷൻ. ഇന്ന് എന്തായാലും കുറച്ച് ലൂസ് ഓർക്കസ്ട്രേഷനിൽ അത് കേൾക്കാം. കാരണം നമ്മൾ ഇവിടെ ഒറ്റ പാട്ടും റിഹേഴ്സ് ചെയ്തിട്ടല്ല പാടുന്നത്, അതിൻ്റെ ആവശ്യം ഇവർക്കില്ല. ദർ ഓൾ വെരി ടാലൻറ്റഡ് മ്യൂസിഷ്യൻസ്. അപ്പം പലപ്പോഴും ഇവിടെ ഗസൽസൊക്കെ കേട്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ റിഹേഴ്സ്ഡ് ആണ്. ഞാൻ പറഞ്ഞു ഒരു റിഹേഴ്സലും ഇല്ല, നമ്മളപ്പം സ്കെയില് പറയണു ഡി മേജർ ഢാങ് തുടങ്ങി റെക്കോർഡിങ്. അപ്പം അതേമാതിരി തന്നെ ഈ ഒരു ഫിലിം സോങ്ങിൻ്റെ ഒരു ഗസൽ ഗായികയിൽ ഇതെങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒരു ആംബിയൻസ്, ആ ഒരു എൻവയൺമെൻറ്റിൽ ഇതെങ്ങനെ ഉണ്ടാവും നമുക്ക് കേൾക്കാം. വി ആർ ജസ്റ്റ് ഹാവിങ് എ ലോട്ട് ഓഫ് ഫൺ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ.